ഒരു രാജ്യം സാമ്പത്തിക പ്രശ്നത്തിൽ സാമ്പത്തികമായിട്ട് തകരുമ്പോൾ ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ് ഓരോന്നായിട്ട് സ്കാമുകൾ പുറത്തു വരും. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇരിക്കുന്ന ഗവൺമെൻറ്റിനകത്തുള്ള ആൾക്കാർ തന്നെ പലതും ലീക്കാകും. നിങ്ങൾക്കറിയാം, ഈ അടുത്ത സമയത്തുണ്ടായ നീറ്റ് സ്കാം, CBSE സ്കാം, അങ്ങനെ അത് കഴിഞ്ഞ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവമാണ്, ഇതിനേക്കാളൊക്കെ വലിയ സംഭവമാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം കോടിയുടെ അഴിമതി അത് നടത്തിയിരിക്കുന്ന ഒരു ഗുജറാത്തിയാണ്. വെൽ കണക്റ്റഡ്, പൊളിറ്റിക്കലി വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗുജറാത്തി. ഇതെന്താ തോന്നിക്ക്, ഇതെന്താ നമ്മളെ എന്ത് സൂചന, എന്ത് മെസ്സേജാണ് നമ്മൾക്ക് നൽകുന്നത്? അതായത് മോദി ഗവൺമെൻറ് എന്ന് പറയുന്ന, നമ്മൾ ഈ പറയുന്ന കറപ്ഷൻ ഫ്രീ ആണ്. ഈ ഗവൺമെൻറ്റിനകത്ത് ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഹൈലി കറപ്റ്റഡ്. ഈ പറയുന്ന രാജേഷ് മേത്ത, അതായത് രാജേഷ് എസ്പോർട്ട്, 15 ലക്ഷം കോടിയോളം രൂപ ലാഭമുണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്നു വിവിധ രാജ്യങ്ങളിലേക്ക്. അത് ഒരു കുന്തവും ചെയ്തിട്ടില്ല, മുഴുവനും കുഡപ്പാണ്, ഉണ്ടാക്കിയെടുത്ത മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ മാത്രം. 15 ലക്ഷം കോടിയുടെ ലാഭം. ആലോചിച്ച് നോക്കുക, ഇതാണ് ഞെട്ടിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പല സുഹൃത്തുക്കളും ചോദിക്കുന്നു, മോദി ഗവൺമെൻറ്റിനെ പറ്റി പോസിറ്റീവായിട്ടൊന്നും പറയാനില്ലേ? ഞാൻ അവരോട് പറയാൻ, നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം എടുക്കുക, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മോദി ഗവൺമെൻറ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം കാണിക്കാൻ പറ്റുമോ? ഈ രാജ്യത്തിന് വേണ്ടി ഓരോന്നായിട്ട് പൊങ്ങി പൊങ്ങി വരികയാണ്. ഇന്ത്യയിലെ സ്കാമുകൾ ഇങ്ങനെ അടുത്ത ആഴ്ച വേറൊരു സ്കാം ഉണ്ടാകും. ഇതെല്ലാം പൊങ്ങി വരികയാണ്. ഇതൊന്നും കൊണ്ടുവന്നത് ഗോദി മീഡിയ അല്ല. അതാണ് തമാശയെന്ന് പറയുന്നത്. ഇപ്പൊ സ്വർണം വിറ്റ സംഭവം ആരാണിത് റിപ്പോർട്ട് ചെയ്യുന്നത്? ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. റോയിറ്റേഴ്സ്, അതായത് റോയിറ്റേഴ്സ് ആണ് ഈ രാജേഷ് മേത്തയുമായിട്ട് സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ, അവർ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിലാണ് സംഭവങ്ങൾ പുറത്തു വരുന്നത്. 15 ലക്ഷം കോടി മുഴുവനും കുഗ്ഡപ്പായിരുന്നു. ഇതിന് 99% ഈ കണക്കുകൾ തെറ്റാണ്, ഇത് ഇനപ്രോപ്രിയേറ്റ് ആണ്, ഇത് ഉണ്ടാക്കിയെടുത്തതാണ്. സാധാരണ ജനങ്ങൾ സെക്യൂരിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ മേടിക്കുകയും വിൽക്കുകയും ഒക്കെ ഒരു ഷെയറായി മാറി. അതിൽ ഏറ്റവും തമാശ, ഇതിൽ പൊളിറ്റിക്കലി കണക്റ്റഡ് ആണോ? അതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്ന LIC, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പണമുള്ള സംഭവമാണ് LIC എന്ന് പറയുന്നത്. അതേതായാലും നരേന്ദ്രമോദി ഉണ്ടാക്കിയതൊന്നുമല്ല. അതൊക്കെ കോൺഗ്രസ് ഗവൺമെൻറ്റും ഇന്ത്യ ആരാണ് ഭരിച്ചത്, നേരത്തെ ഭരിച്ചത്, അവരുണ്ടാക്കിയെടുത്ത കമ്പനിയാണ് LIC. LICയെ കൊണ്ട് 2020 അവസാനം ഏകദേശം 2000 കോടി സ്പെൻഡ് ചെയ്ത് ഈ പറയുന്ന രാജേഷ് എക്സ്പോർട്ടിൻ്റെ ഷെയർ വാങ്ങുന്നു. അതാണ് സ്കാം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സ്കാം. എങ്ങനെയാണ് LIC 10.6% ഏകദേശം 11% ഷെയറുകൾ രാജേഷ് എക്സ്പോർട്ടിൽ നിന്നും വാങ്ങുന്നു? ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്കറിയാം. LIC ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരാളോ രണ്ടാളോ ബ്രോക്കർമാരൊന്നും വിചാരിച്ച് നടക്കത്തൊന്നുമില്ല. ഇത്ര ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ മേടിക്കാൻ അത് കേന്ദ്രമന്ത്രിസഭയും ഭരിക്കുന്നവരും ആ പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉള്ളവർക്കും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. LICയെ കൊണ്ട് ഇത്ര ശതമാനം ഷെയർ മേടിപ്പിക്കാൻ. അപ്പോൾ ഉറപ്പായിട്ടും മോദി മന്ത്രിസഭയും നരേന്ദ്രമോദി ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് ഇതുമായിട്ട്. അല്ലെങ്കിൽ ഒരു കമ്പനി അങ്ങോട്ട് തുടങ്ങി, എക്സ്പോർട്ട് കമ്പനി തുടങ്ങി 2020 വർഷം അവസാനിക്കുന്ന സമയത്ത് ഈ LICയെ കൊണ്ട് ഈ ഷെയർ മേടിപ്പിക്കുമ്പോഴും മറ്റുള്ള കമ്പനികളും പോയി, മറ്റുള്ള ഇൻഡിവിജ്വൽസും പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം LIC വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു സ്ക്രൂട്ടണിയും സ്കാൻ ചെയ്യാൻ പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഈ പറയുന്ന രാജേഷ് മേത്തയുടെ കമ്പനി, രാജേഷ് എക്സ്പോർട്ട്. ഹാർഡ് കോർ ഗുജറാത്തി.
രാജ്കോട്ടിൽ നിന്നും ഈ രാജേഷ് എക്സ്പോർട്ടിൻ്റെ ഉടമ അയാൾ ബാംഗ്ലൂരിൽ വരുന്നു. അവിടെ വന്നു കഴിഞ്ഞ് ഈ ചെറിയൊരു ജുവലറി തുടങ്ങുന്നു, രാജേഷ് ജ്വല്ലേഴ്സ്. അത് കഴിഞ്ഞ് അഹമ്മദാബാദിൽ തുടങ്ങുന്നു, രാജ്കോട്ടിൽ തുടങ്ങുന്നു. ഈ അഹമ്മദാബാദിൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുണ്ട്. അതായത് വെൽ കണക്റ്റഡ് ആണ് ഈ സംഭവം. മനസ്സിലാക്കുക, ഇതൊരു വെൽ നെറ്റ്വർക്ക് ഫ്രോഡ് പ്ലാനാണ്. അതായത് സാധാരണക്കാരൻ്റെ പണം അടിച്ചു മാറ്റുക. ഈ പണമെല്ലാം അതേപോലെ അത് 15 ലക്ഷം കോടിയെന്ന് ഈ കണക്കുകൾ കാണിക്കുമ്പോൾ ഈ പണമെല്ലാം ഇത് ട്രാൻസ്ഫർ ചെയ്ത് അത് വിദേശത്തോട്ട് പോയി കാണും ഉറപ്പായിട്ടും. ഈ ലാഭം കാണിച്ച് ആൾക്കാരെ ഷെയറും മാർക്കറ്റും ഒക്കെ മേടിക്കും. ഇതിൻ്റെ അകത്തൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ 15 ലക്ഷം കോടി ഏകദേശം 4-5 വർഷം കൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഇതിനെപ്പറ്റി സെബി എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത്രയും ലാഭം എങ്ങനെ കിട്ടും, ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ഈ പറയുന്ന ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ കമ്പനി, അതേപോലെ പല കമ്പനികളിലെ നിങ്ങൾ നെറ്റ്വർക്ക് വാല്യൂ ഒക്കെ എടുത്ത് നോക്കുക. അതായത് ഇന്ത്യയുടെ പല കമ്പനി എടുത്തു നോക്കുക, വിദേശ കമ്പനി എടുത്ത് നോക്കുക. 4 വർഷം കൊണ്ട് ഏത് കമ്പനിക്കാണ് ഈ 15 ലക്ഷം കോടിയുടെ എക്സ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അടുത്ത തമാശയുണ്ട്. ഈ കണക്കുകളെല്ലാം കൂട്ടിക്കാണിച്ചിട്ട് പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമുണ്ട്, അതിൻ്റെ അകത്ത് വരെ പൈസ അടിച്ച് മാറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ഇല്ലാത്ത കമ്പനി, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ഒരു കമ്പനിയെ ഇവർ വിലയ്ക്ക് മേടിച്ചു ഗോൾഡ് റിഫൈൻ ചെയ്യുന്ന ആയി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇത്രമാത്രം ഗോൾഡ് റിഫൈൻ ചെയ്തിട്ട് അവർ വിദേശത്തോട്ട് കയറ്റി അയക്കുന്നു. ഇതാണ് കാണിച്ചിരിക്കുന്ന മുഴുവനും കള്ളക്കണക്കുകൾ. അതാണ് ഞാൻ പറയുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ പല കണക്കുകളും ഇവർ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഓരോ ഇന്ത്യക്കാരനും ഭയക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യം പോകുന്ന അധോഗതിയിൽ നിന്നും പാതാളത്തിലോട്ട് പോവുകയാണ്. വെറുതെ പറയുന്നതല്ല. കാരണം എനിക്ക് മോദിയോടുണ്ടായിരുന്ന എല്ലാ താല്പര്യങ്ങളും ഈ പറയുന്ന കഴിഞ്ഞ ഇടയ്ക്ക് നീറ്റ് എക്സാമിനേഷൻ, CBSE എക്സാമിനേഷൻ, പിന്നെ അതിനകത്ത് കിടക്കുന്ന ക്രോണി ക്യാപിറ്റലിസം, നെറ്റ്വർക്ക് ഫ്രോഡ്, അടിച്ചു മാറ്റൽ, പിന്നെ ഈ ഹാർഡ് കോറായിട്ട് കാണിക്കുന്ന ഹിന്ദുത്വം, ഇതെല്ലാം ഹിന്ദുത്വം എന്ന് പറയുന്ന ഇവിടുത്തെ സംഘപരിവാറിനെയും ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കളെ സുഖിപ്പിക്കാനുള്ള സാധനം മാത്രമാണ്. അവർക്ക് എന്തും ചെയ്യാം. ഈ സംഭവം മുന്നോട്ട് കാണിച്ചാൽ ഇന്ത്യക്കാർക്ക് ഇത് മതി. അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് ഈ മുഴുവന്. അല്ലാതെ ജനങ്ങളെ സേവിക്കാനോ സ്നേഹിക്കാനോ അവർക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ്റിന് താല്പര്യമില്ല. അതാണ് ഇതിൻ്റെ മുഴുവനുമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനാണ് നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ ഒരു ഏക്കും മൂക്കും ഇല്ലാത്ത ഒരു സ്ത്രീയെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് എത്തിയേക്കുന്നത്. ഈ ഗവൺമെൻറ് മാറണം, മാറിയേ മതിയാവും. മോദി മാറിയേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രമാത്രം മോശമായ രീതിയിൽ പാതാളത്തിലേക്ക് ഇന്ത്യൻ എക്കോണമിയെ കൊണ്ടുപോകുന്നു. അതേപോലെയുള്ള കറപ്ഷൻസ്, 15 ലക്ഷം കോടി രൂപ, ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും കേട്ടിട്ടില്ലാത്ത കറപ്ഷൻ. നേരത്തെ വിനോദ് റായ് ഇരുന്ന് ടെലികോം സ്കാം ആണെങ്കിലും കോൾ സ്കാം ചുമ്മാ അടിച്ചുവിട്ട പൂജ്യങ്ങളായിരുന്നു മുഴുവനും. അത് ഇന്ത്യൻ കോടതിയിലൊക്കെ ട്രയൽ ചെയ്ത് മുഴുവനും തള്ളി ദൂരെ കളഞ്ഞു. കാരണം ഇതെല്ലാം അയാളുടെ ഒരു ഇമാജിനേറ്ററിൽ വാല്യൂയിലുണ്ടായ കണക്കുകൾ മാത്രമാണ്, ആരോ എഴുതി കൊടുത്ത കണക്കുകൾ. പക്ഷേ ഇതല്ല. ഇന്ത്യയിലെ സെബി തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവനും ഫ്രോഡായിരുന്നു. ആ രീതിയിൽ ഇതിനെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. സെബി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഗോദി മീഡിയ വളരെ സൈലൻ്റ് ആയിപ്പോയി. ഒന്നും ഗോദി മീഡിയ, ഒന്ന് അഡാനിയുടെ, ഒന്ന് അംബാനിയുടെയാണ്. കാരണം അവർക്ക് വേണ്ടിയാണ് ഒരു ഗവൺമെൻറ് ഭരിക്കുന്നത്. മറ്റുള്ള ബിസിനസ്സുകാരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ രീതിയിൽ പോകുന്നു നരേന്ദ്രമോദിയുടെ, അതായത് മോദി ഏത്തോ മുഫിൻ, അതായത് എല്ലാമായി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മോദി ഇന്ത്യയെ നശിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ സ്കാം പൂർണ്ണമായിട്ടും തെളിവ് കിട്ടുകയാണ്. അതായത് മോദിയുമായിട്ട് ബന്ധമുള്ളവർ തന്നെയാണ് ഈ സ്കാം. അതായത് രാജേഷ് മേത്തയ്ക്ക് 15 ലക്ഷം കോടി രൂപ ഇത് അന്വേഷിച്ചേ മതിയാവത്തുള്ളൂ. അതായത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം, ആരാണെങ്കിലും.
നല്ല പോസിറ്റീവ് എൻക്വയറി വന്നാൽ മാത്രമേ ഓരോ വെർട്ടിക്കൽസും പുറത്ത് വരികയുള്ളൂ. അതായത് ഇന്ത്യയെ നശിപ്പിക്കുക തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അവരുടെയും പോയി 2000 കോടി രൂപ. ആരാണ് ഉത്തരവാദി, ആരാണ് അക്കൗണ്ടബിൾ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ മതിയാവത്തുള്ളൂ ഓരോ ഇന്ത്യക്കാരനും. മോദി ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ് തന്നെയാണ് ആദ്യത്തെ സൂചനകൾ നമുക്ക് ലഭിക്കുന്ന ചില വ്യക്തമായ മെസ്സേജുകൾ.